ഹായ് എവരിവൺ, എയ്സാപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് CBSEയിലെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ലൈറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻസാണ്. ലൈറ്റ് എന്ന ടോപ്പിക്ക് ഈ ചാപ്റ്ററിൽ 2 ഉള്ളത്. ലൈറ്റിൻ്റെ റിഫ്ലക്ഷനെ പറ്റിയിട്ടും ലൈറ്റിൻ്റെ റിഫ്രാക്ഷനെ പറ്റിയിട്ടും. ഓക്കെ, സോ 2 ടോപ്പിക്സ്. റിഫ്ലക്ഷൻ, അടുത്ത ടോപ്പിക്ക് റിഫ്രാക്ഷൻ. റിഫ്ലക്ഷനെ പറ്റിയിട്ടും റിഫ്രാക്ഷനെ പറ്റിയിട്ടും ഏറ്റവും ബേസിക് മുതൽ ഏറ്റവും അഡ്വാൻസ്ഡ് ലെവലുള്ള എല്ലാ ഐഡിയാസും ഇപ്പോൾ പറയും. അപ്പോൾ നമുക്ക് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കായ റിഫ്ലക്ഷനിലേക്ക് പോവാം. റിഫ്ലക്ഷനിൽ ആദ്യമായി പഠിക്കാനുള്ളത് എന്താണ് റിഫ്ലക്ഷൻ. എവിടേക്കാണ് റിഫ്ലക്ഷൻ നടക്കുക, എന്തിനാണ് ഈ റിഫ്ലക്ഷൻ്റെ ആവശ്യം, ഈ റിഫ്ലക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ഒബേ ചെയ്യേണ്ട ലോസ് ഓഫ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ നടക്കുന്ന 2 സ്ഫെറിക്കൽ മിറേഴ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യത്തേത് കോൺകേവ് മിററും പിന്നെ പഠിക്കാനുള്ളത് കോൺവെക്സ് മിററിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റത്തെ ടോപ്പിക് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. എന്താണ് റിഫ്ലക്ഷൻ്റെ ലോസ്? ശ്രദ്ധിക്കുക, 2 പോയിന്റുകളാണ് പഠിക്കാനുള്ളത്. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇതെന്താണ്, ഒരു പ്രതലം, ഓക്കെ, ഒരു മീഡിയം. ഈ മീഡിയത്തിലേക്ക് ലൈറ്റ് വരുന്നു. ഓക്കെ, ലൈറ്റിനെ നമ്മൾ എപ്പോഴും എങ്ങനെയാണ് സൂചിപ്പിക്കുക? ലൈറ്റ് ഓൾവേസ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ലൈറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിലാണ് പോവുക. ലൈറ്റ് അല്ലാണ്ട് ഇങ്ങനെ പോവില്ല. ഓക്കെ, ലൈറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിലാണ് പോവുക. അപ്പോൾ നോക്കിക്കോ, ഇവിടെ ഒരു മീഡിയം ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് എ മീഡിയം. ഈ മീഡിയത്തിലേക്ക് ലൈറ്റ് വരുന്നു. ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഈ മീഡിയത്തിൽ നിന്നും ലൈറ്റ് അതേ മീഡിയത്തിലേക്ക് തിരിച്ചു പോകണം. ഇതിന് പറയുന്ന പേരാണ് റിഫ്ലക്ഷൻ. ഓക്കെ, ഇനി ഈ റിഫ്ലക്ഷൻ നടക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട 2 നിയമങ്ങളുണ്ട്. നമ്മുടെ സർഫസിലേക്ക് ലൈറ്റ് റേ വരുന്നു. ലൈറ്റ് റേ വന്നു. ഈ ലൈറ്റ് റേ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ 90 ഡിഗ്രി ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഓക്കെ, ഈ വരക്ക് പറയുന്ന പേരാണ് നോർമൽ. ഇതിന് പറയുന്ന പേരാണ് ഇൻസിഡൻറ്റ് റേ. അപ്പോൾ നോക്കൂ, ഇൻസിഡൻറ്റ് റേ വന്ന് ഒരു സർഫസിൽ ടച്ച് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് എന്താകണം? അതേ മീഡിയത്തിലേക്ക് തിരിച്ചു പോകണം. ഈ പോകുന്ന റേക്ക് പറയുന്ന പേരാണ് റിഫ്ലക്റ്റഡ് റേ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എവിടേക്കാണ് റിഫ്ലക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു സർഫസിൽ ഒരു ലൈറ്റ് റേ വരുന്നു. ലൈറ്റ് റേ അവിടെ നിന്നും അതേ മീഡിയത്തിലേക്ക് തിരിച്ചു പോകുന്നു. ഇനി എന്താണ് ഇവിടുത്തെ ലോസ്? ഓക്കെ, നോക്കാം നമുക്ക്. വാട്ട് ആർ ദ ലോസ്? ഫസ്റ്റ് ലോ, നോർമലും ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും ഒരേ പ്ലെയിനിലായിരിക്കണം. നോർമലും ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും സെയിം പ്ലെയിൻ. രണ്ടാമത് നോക്കിക്കോളൂ. രണ്ടാമത്തെ വളരെ എളുപ്പം. ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. എന്താണ് ആംഗിൾ ഐ, എന്താണ് ആംഗിൾ ആർ എന്നിപ്പോൾ പറഞ്ഞുതരാം. നോക്കൂ, ഇതാണ് നമ്മുടെ സർഫസിലേക്ക് ലൈറ്റ് വരുന്നു. ഇതിനെ നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്ന് പറയാം. ഇതിൽ നിന്നും ലൈറ്റ് റേ പുറത്തോട്ടേക്ക് പോകുന്നു. ഇതാണ് റിഫ്ലക്റ്റഡ് റേ എന്നും പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ എന്ത് വരയ്ക്കണം? ഒരു നോർമൽ വരയ്ക്കണം. നോർമലും ഇൻസിഡൻറ്റ് റേയും ഉണ്ടാക്കുന്ന ആംഗിളിന് പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതായത് ഈ ആംഗിളിന് നമ്മൾ സൂചിപ്പിക്കുന്ന അക്ഷരം ഐ. ഐ ഈസ് ഫോർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആർ ഈസ് ഫോർ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഐ എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് ആംഗിളും ആർ എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ ആംഗിളും. ഇത് രണ്ടും എന്താണെന്നാണ് നമ്മൾ ഇവിടെ എഴുതിയത്? ഈ 2 ആംഗിളും എപ്പോഴും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇൻസിഡൻറ്റ് ആംഗിൾ 30 ഡിഗ്രിയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ റിഫ്ലക്റ്റഡ് ആംഗിൾ? ഈ ആംഗിൾ എത്ര ആയിരിക്കും? നമ്മളിപ്പോൾ പറഞ്ഞു, ഇവിടെ നടക്കുന്നത് റിഫ്ലക്ഷനാണ്. റിഫ്ലക്ഷനിൽ എപ്പോഴും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സോ ആംഗിൾ ഐ മസ്റ്റ് ബി ഈക്വൽ ടു ആംഗിൾ ആർ. അതായത് ആംഗിൾ ഐ ഇവിടെ എത്ര തന്നെ നോക്കൂ, 30 ഡിഗ്രി അല്ലേ? സോ 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. അപ്പോൾ എന്ത് മനസ്സിലായി? റിഫ്ലക്റ്റഡ് ആംഗിൾ എത്രയാണെന്ന് മനസ്സിലായി. അങ്ങനെ ചാപ്റ്റർ മുന്നോട്ടേക്ക് പോകുമ്പോൾ പിന്നെ നമ്മൾ കടന്നു വരുന്നതാണ് വാട്ട് ഈസ്
സ്ഫെറിക്കൽ മിറേഴ്സ്. എന്താണ് സ്ഫെറിക്കൽ മിറർ? സ്ഫെറിക്കൽ മിററെ പറ്റി പറയുമ്പോൾ 2 മിററുകളാണ് നമുക്കുള്ളത്. ആദ്യത്തേത് കോൺകേവ് മിററും രണ്ടാമത്തേത് കോൺവെക്സ് മിററും. കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ ഇതിലുണ്ട് കേവ് എന്ന് പറഞ്ഞാൽ ഗുഹ. ഓക്കെ, അപ്പോൾ ഇതാണ് കോൺകേവ് മിറർ. അതായത് ഇവിടെ റിഫ്ലക്റ്റിംഗ് സർഫസ് എവിടെയാണുള്ളത്? ഉള്ളിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ കോൺവെക്സ് മിറർ എന്തായിരിക്കും? കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റിംഗ് സർഫസ് എവിടെയായിരിക്കും? പുറത്ത്. കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ ഒരു ഗുഹ പോലെ. കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ മുന്നോട്ടേക്ക് തള്ളി നിൽക്കുന്ന ലെൻസ്, മിറർ. അതിനാണ് എന്താ പറയുക? കോൺവെക്സ് മിറർ. ഉള്ളിലോട്ടേക്ക് പോയിരിക്കുന്ന മിററിന് എന്താ പറയുക? കോൺകേവ് മിറർ. ഓക്കെ, ഐഡിയ കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ മിററിൻ്റെ കുറച്ച് പോയിന്റുകൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ഞാനിത് ഒരു സ്ഫെറിക്കൽ മിറർ എടുത്തു. എന്താണ് ഈ സ്ഫെറിക്കൽ മിറർ എന്ന് പറഞ്ഞാൽ? എന്താ സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോളൊക്കെ മാതിരി. ഓക്കെ, സ്ഫിയർ. ആ സ്ഫിയറിനെ ഞാൻ കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇങ്ങനെയായിരുന്നു ആ സ്ഫിയർ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ പോകുന്ന സ്ഫിയർ. ഈ സ്ഫിയറിന് ഒരു സെൻറ്റർ ഉണ്ടാവില്ലേ? ഓക്കെ, ഈ സ്ഫിയറിന് എന്തുണ്ടാവും? സപ്പോസ് സെൻറ്റർ ഇതവിടെ, സ്ഫിയറിനൊരു സെൻറ്റർ ഉണ്ടാവും. ഈ സെൻറ്ററിൽ നിന്നും മിററിലേക്ക് വരയ്ക്കുന്ന ഈ വരക്ക് പറയുന്ന പേരാണ് റേഡിയസ്. അറിയാലോ, നമ്മൾ പഠിച്ചിക്കല്ലോ. ഓക്കെ, സപ്പോസ് ഇതൊരു സർക്കിൾ. ഓക്കെ, സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും സർക്കിളിൻ്റെ ഏത് പോയിന്റിലേക്കും വരയ്ക്കുന്നതിന് എന്താണ് പറയുക? റേഡിയസ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എന്താ ഉള്ളത്? ഒരു സ്ഫെറിക്കൽ സർഫസ് ആണുള്ളത്. അങ്ങനെ ഈ സ്ഫെറിക്കൽ സർഫസിൻ്റെ സെൻറ്ററിൽ നിന്നും മിററിലേക്കുള്ള ദൂരത്തിന് പറയുന്നതാണ് എന്ത്? റേഡിയസ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ റേഡിയസ് എത്രയാണോ അതിൻ്റെ നേർ പകുതിയിലുള്ള ആളാണ് നമ്മുടെ ഫോക്കസ്. ഇതിന് പറയുന്ന പേര് നോക്കി, ഇത് ഫോക്കസ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് റേഡിയസ്. ഈ പോയിന്റിന് പറയുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, ഈ പോയിന്റിന് പറയുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. ഈ പോയിന്റിന് പറയുന്ന പേരാണ് ഫോക്കസ്. ഇനി നോക്കിക്കോളൂ, ഇവിടുത്തുള്ള ഈ പോയിന്റിന് പറയുന്ന പേരാണ് പോൾ. ഓക്കെ, ഇത്ര ബേസിക് ഐഡിയാസ് ആണ് ഒരു മിററിൻ്റെ പാർട്സിനെ പറ്റിയിട്ട്, മിററിൻ്റെ പോയിന്റുകളെ പറ്റിയിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ വേറെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. വാട്ട് ഈസ് അപ്പേർച്ചർ? അപ്പേർച്ചർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മിററിൻ്റെ വലിപ്പം. സപ്പോസ് ഇവിടെ ഞാൻ ഇങ്ങനൊരു മിറർ എടുത്തു, ഇവിടെ ഇങ്ങനൊരു മിറർ എടുത്തു. ഏത് മിററാണ് കൂടുതൽ സർഫസിനെ റിഫ്ലക്റ്റ് ചെയ്യുക, അതായത് കൂടുതൽ ലൈറ്റ് റേസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ഇതാണോ? ഓക്കെ, ഒബ്വിയസ്ലി ഇതാണ്. അപ്പോൾ നമ്മൾ പറയും ഈ മിററിൻ്റെ അപ്പേർച്ചർ എന്താണ്? കൂടുതൽ. ഈ മിററിൻ്റെ അപ്പേർച്ചർ എന്താണ്? കൂടുതൽ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഹോൾഡ് ട്രൂ ഫോർ, അതായത് റിഫ്ലക്ഷനിൻ്റെ ലോസ് എവിടേക്കാണ് അപ്ലിക്കബിൾ ആവുക? ആദ്യത്തേത് പ്ലെയിൻ മിറർ ഒള്ളി. പ്ലെയിൻ മിററിൽ മാത്രമാണോ ലോസ് ഓഫ് റിഫ്ലക്ഷൻ വർക്ക് ആവുക? ഓപ്ഷൻ ബി കോൺകേവ് മിറർ ഒള്ളി. കോൺകേവ് മിററിൽ മാത്രമാണോ ലോസ് ഓഫ് റിഫ്ലക്ഷൻ വർക്ക് ആവുക? കോൺവെക്സ് മിറർ ഒള്ളി. കോൺവെക്സ് മിററിൽ മാത്രമാണോ അതോ ഓൾ റിഫ്ലക്റ്റിംഗ് സർഫസിലാണോ? അതായത് ലോകത്തിൽ എത്ര റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടോ എല്ലാ സർഫസിലും ലോസ് ഓഫ് റിഫ്ലക്ഷൻ വാലിഡ് ആണോ എന്നാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. പ്ലെയിൻ മിററിൽ മാത്രമാണോ? അല്ല. കോൺകേവ് മിററിൽ മാത്രമാണോ? അല്ല. കോൺവെക്സ് മിററിൽ മാത്രമാണോ? അല്ല. എവിടെയാണ്? ഈ ലോകത്ത് എവിടെയൊക്കെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ എല്ലാ സന്ദർഭങ്ങളിലും ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഹോൾഡ്സ് ട്രൂ. എവിടെയൊക്കെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ലോ ഓഫ് റിഫ്ലക്ഷൻ വാലിഡ് ആണ്. എന്താ ലോ ഓഫ് റിഫ്ലക്ഷൻ? നമ്മൾ പറഞ്ഞു ആംഗിൾ ഐ മസ്റ്റ് ബി ഈക്വൽ ടു ആംഗിൾ ആർ. രണ്ടാമത്തെ എന്താ നമ്മൾ പറഞ്ഞത്? നോർമലിനെ ചെറുതാക്കി എന്ന് എഴുതാം. ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, ഇത് മൂന്നും എന്തായിരിക്കണം? ലൈസ് ഓൺ ദി സെയിം
പ്ലെയിൻ. കൺഫ്യൂഷൻ ഇല്ലല്ലോ? എങ്കിൽ ഒരു ചോദ്യം, ലിസ്റ്റ് 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ. ഒരു പ്ലെയിൻ മിററിൽ, അതായത് എന്താ പ്ലെയിൻ മിറർ? നമ്മൾ സാധാരണ വീട്ടിലൊക്കെ വെക്കുന്ന കണ്ണാടി. ഈ വീട്ടിൽ വെക്കുന്ന കണ്ണാടിക്കിൻ്റെ നമ്മൾ കാണുന്ന ഇമേജിൻ്റെ പ്രോപ്പർട്ടീസാണ് ചോദിച്ചത്. അപ്പോൾ സപ്പോസ് നമ്മൾ വീട്ടിൽ വെക്കുന്ന കണ്ണാടി, ഓക്കെ, വീട്ടിൽ വെക്കുന്ന കണ്ണാടി ഞാൻ നേരെയാണ് നിൽക്കുന്നത്, കണ്ണാടിയിൽ നിന്ന് തല തിരിഞ്ഞാണോ കാണുക? ആലോചിച്ചു. നമ്മൾ എല്ലാ ദിവസവും കണ്ണാടി നോക്കാറില്ലേ? കണ്ണാടി നോക്കുമ്പോൾ എന്നെ നേരെയാണ് കാണുക അതോ തല കുത്തനെയാണോ കാണുക? നേരെയാണ്. നേരെ എന്നുള്ളതിന് നമ്മൾ പറയുന്നതാണ് ഇറക്റ്റ്. കണ്ണാടിയിൽ എന്നെ എങ്ങനെയാണ് കാണുക? ഇറക്റ്റ് ആയിട്ടാണ്. ഞാൻ എങ്ങനെയാണോ നിൽക്കുന്നത് അങ്ങനെ. തല കുത്തനെയാണെങ്കിൽ ഇൻവേർട്ടഡ് എന്നാണ് കേട്ടോ പറയാറ്. ഇനി എത്ര വേണം? 4 ക്യാരക്ടറിസ്റ്റിക്സ് വേണം. 4 ക്യാരക്ടറിസ്റ്റിക്സിൽ 1 കിട്ടി, ഇറക്റ്റ്. ഇനി രണ്ടാമത്തെ ആലോചിച്ച് നോക്കൂ, ലോജിക്കലി തിങ്ക് ചെയ്തു. ഒരു മിററുണ്ട്, മിററിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നു. എന്നെ മിററിൽ വളരെ ചെറുതായിട്ടാണ് കാണുക അതോ വളരെ വലുതായിട്ടാണോ അതോ ഇതിൻ്റെ അതേ വലുപ്പത്തിലാണോ കാണുക? എങ്ങനെയാണ്? നമ്മൾ എത്ര ലെങ്ത് ആണുള്ളത്, അതായത് ഞാൻ താഴ്ന്ന് ഇതാ ഇപ്പം നിങ്ങൾ എന്നെ കാണുന്ന ഇത്ര ലെങ്ത്തിലല്ലേ, അതുപോലെ തന്നെ നിങ്ങൾ എന്താക്കുക, ഒരു കണ്ണാടി നോക്കുമ്പോൾ നിങ്ങളെ കാട്ടി ഹൈറ്റിൽ കാണുന്നുണ്ടോ നിങ്ങളെ? ഇല്ലല്ലോ. സോ സൈസ് എന്തായിരിക്കും? സെയിം സൈസ് ആയിരിക്കും. അടുത്ത് വളരെ ഇമ്പോർട്ടൻറ്റ്, റിയൽ ആണോ അതോ വിർച്വൽ ആണോ? എന്താണ് റിയൽ, എന്താണ് വിർച്വൽ? റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് റേസ് തമ്മിൽ എന്താവണം? കൂട്ടിമുട്ടണം. നമുക്ക് റേ ഡയഗ്രാം പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്താണ് റിയൽ ഇമേജ് എന്നുള്ളത്. റിയൽ ഇമേജ് അല്ലെങ്കിൽ അതെന്തായിരിക്കും? വിർച്വൽ ഇമേജ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ പ്ലെയിൻ മിററിൽ ഉണ്ടാവുന്നത് എപ്പോഴും എന്ത് ഇമേജാണ്? വിർച്വൽ ഇമേജ്. പിന്നെ NCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്ത ഒരു ടോപ്പിക്കാണ് ലാറ്ററൽ ഇൻവേർഷൻ. എന്താ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ? ലാറ്ററൽ ഇൻവേർഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആംബുലൻസ് ഒക്കെ കണ്ടിട്ടില്ലേ? ആംബുലൻസിനൊക്കെ വണ്ടിയിൽ ആംബുലൻസ് ഇങ്ങനെയാണെങ്കിൽ അത് ആംബുലൻസിനെ തല തിരിച്ചിട്ടാണോ ഇത്? തല തിരിച്ചിട്ടാണ് ഇത്. കാരണം കണ്ണാടിയിൽ നോക്കുമ്പോൾ അതിനെ ലാറ്ററലി ഇൻവേർട്ട് ചെയ്യുന്നു. അതായത് ഇങ്ങനെ എഴുതിയതിനെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നേരെ തല തിരിച്ച് ഇങ്ങനെയാക്കുന്നു. ഓക്കെ, അതായത് ആംബുലൻസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ AMB ഓക്കെ പറയാം. ആംബുലൻസ് നമ്മൾ ഇങ്ങനെ എഴുതുന്നു. പക്ഷെ ആംബുലൻസിൽ എങ്ങനെ ഉണ്ടാവുക? ആംബുലൻസിൽ EC എന്ന് പറഞ്ഞിട്ട് ബാക്കോട്ടേക്കാണ് എഴുതുക. കാരണം അത് കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്താവും? അത് ലാറ്ററലി ഇൻവേർട്ട് ചെയ്തിട്ട് നമ്മളെ എന്ത് കാണും? നമ്മളവിടെ ആംബുലൻസ് എന്ന് കാണുന്നു. അപ്പോൾ നോക്കൂ, ആദ്യത്തേത് ഇമേജ്. എന്താണ് നമ്മളെ പ്ലെയിൻ മിററിൻ്റെ പ്രോപ്പർട്ടീസ്? വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് പ്ലെയിൻ മിറർ? പ്ലെയിൻ മിറർ ഓൾവേസ് ഫോം ഇറക്റ്റ് ഇമേജ്. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ കാണുന്നു. സെയിം സൈസ് ആണ്. വിർച്വൽ ഇമേജ് ആണ് എപ്പോഴും ഫോം ചെയ്യുക. പിന്നെ ലാസ്റ്റ് ലാറ്ററലി ഇൻവേർഷൻ. എപ്പോഴും എങ്ങനെയാണ് കാണിക്കുക? ലാറ്ററൽ ഇൻവേർട്ടഡ് ആയിട്ടാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? റേ ഡയഗ്രാംസ് തുടങ്ങാം. റേ ഡയഗ്രാം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് കോൺകേവ് മിററിൻ്റെ റേ ഡയഗ്രാമാണ്. നോട്ട് ബുക്കും പേനയും ഉണ്ടെങ്കിൽ എൻ്റെ ഒപ്പം തന്നെ എഴുതുക. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ഫെറിക്കൽ മിറർ. എന്ത് മിറർ അത്? കോൺവെക്സോ കോൺകേവോ? ദിസ് ഈസ് എ കോൺകേവ് മിറർ. ഈ കോൺകേവിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞൊരു പേരുണ്ട്, സെൻറ്റർ ഓഫ് കർവേച്ചർ അഥവാ C. ഇവിടുന്ന് ഇതാ ഈ പോൾ വരെയുള്ള ദൂരം, പോൾ നമ്മൾ P എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇതിന് നമ്മൾ പറയും റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, സെൻറ്റർ ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ. ഇത് രണ്ടിനും ഹാഫ് കൃത്യം നടുവിലുള്ള ആളാണ് ആര്? ഫോക്കസ്. ശ്രദ്ധിക്കണം, നമ്മൾ റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ റേ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ, ഓക്കെ, സപ്പോസ് ഇവിടെ എന്തുണ്ട്? ഒരു കോൺകേവ് മിറർ ഉണ്ട്. ഈ കോൺകേവ് മിററിൻ്റെ വളരെ ദൂരത്തിൽ എനിക്ക് എന്ത് വെക്കാം? ഇമേജിനെ വെക്കാം. വളരെ ദൂരത്തിൽ എനിക്ക് ഒബ്ജക്റ്റിനെ, സപ്പോസ് ഇതെന്താണ്? ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ വെച്ചു. ഇവിടെ വെച്ചാൽ ഈ മിററിൽ ഇതൊരു ഇമേജ് തരണ്ടേ?
ഇനി ഇവിടെ അല്ലാണ്ട് എനിക്ക് എന്താക്കാം, മിററിനെ കുറച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോഴും ഇത് ഒരു ഇമേജ് തരണ്ടേ. പിന്നെ ഒബ്ജക്റ്റിനെ എനിക്ക് എങ്ങോട്ടേക്ക് വെക്കാം, സീൻ്റെ മുകളിൽ വെക്കാം. പിന്നെ എവിടെ വെക്കാം, സീൻ്റെ എഫിൻ്റെ ഇടയിൽ വെക്കാം. പിന്നെ എഫിൽ വെക്കാം. പിന്നെ എഫിനും പിൻ്റെ ഇടയിൽ വെക്കാം. വളരെ സിമ്പിൾ. നോക്കൂ, നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കാൻ പോവാണ്. അതിനൊപ്പം ഇമേജിന് പറയാൻ പോവാണ്. ഒബ്ജക്റ്റിനെ ഞാൻ വെച്ചു വളരെ ദൂരത്തിൽ ഇതിൽ നിന്നും മിററിൽ നിന്നും വളരെ ദൂരത്തിൽ വെച്ചതിന് പറയുന്നവരാണ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിൽ വെച്ചാൽ ഇമേജ് എവിടെയാണ് കിട്ടുക, പഠിച്ചു വെച്ചോളൂ, ഫോക്കസ്. വളരെ ദൂരത്തിലാണ് ഇമേജ് ഉള്ളത്, ഒബ്ജക്റ്റ് ഉള്ളത്. ഇമേജ് എവിടെ കിട്ടുന്നു, ഫോക്കസ്. നോക്കണേ, അങ്ങനെ ഫസ്റ്റ് ഞാൻ എവിടെയാണ് വെച്ചത്, ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിൽ നിന്നും ഒബ്ജക്റ്റ് ഞാൻ കുറച്ച് മുന്നോട്ടേക്ക് കൊണ്ടുവന്നു, അതായത് സീൻ്റെ തൊട്ട് മുമ്പ് കൊണ്ടുവന്നു. നമുക്ക് ഇമേജ് എവിടെയാണ് കിട്ടിയത്, ഇവിടെയല്ലേ നമ്മുടെ ഇമേജ് കിട്ടിയത്. എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ കിട്ടിയ ഇമേജ് ഇങ്ങോട്ടേക്ക് പോകും. സോ ഇൻഫിനിറ്റിയിൽ നിന്ന് മാറി ഒബ്ജക്റ്റ് ഞാൻ എന്താക്കി, സീൻ്റെ തൊട്ട് മുമ്പ് കൊണ്ടുവച്ചു. അതിന് പറയും ബിയോണ്ട് സി. സീൻ്റെ തൊട്ട് മുമ്പിൽ കൊണ്ടുപോയി വെച്ചാൽ നോക്കൂ, എവിടെയാണ് നമ്മുടെ ഇമേജ് കിട്ടിയത്, ഇമേജ് ഫോക്കസിൻ്റെ കുറച്ച് മുമ്പ്. ഇവിടെ സീൻ്റെയും എഫിൻ്റെയും നടുവിലുള്ള ഇമേജ് ഉള്ളത്. സോ ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഇത് കഴിഞ്ഞു, രണ്ടാമത്തെ കേസ് കഴിഞ്ഞു. പിന്നെ നമ്മൾ എവിടെ വെക്കുന്നു ഇമേജ് നമ്മൾ സിയിലേക്ക് വെക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ ഉണ്ടായിരുന്ന നമ്മൾക്ക് കിട്ടിയ ഇമേജ് സിയിലേക്ക് വന്നു. ഇപ്പോൾ ഒബ്ജക്റ്റ് ഉള്ളത് സിയിലാണ് അല്ലേ, ഒബ്ജക്റ്റ് ഞാൻ വെച്ചത് സിയിലാണ്. അപ്പോൾ എൻ്റെ ഇമേജും എവിടെയാണ് കിട്ടുന്നത്, ഇമേജും സിയിലാണ് കിട്ടുന്നത്. ഇനി ഇവിടെ ഞാൻ എന്താക്കുന്നു, ഇമേജിനെ ഒബ്ജക്റ്റിനെ ഒരു പടി അങ്ങോട്ടേക്ക് നീക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇമേജ് എവിടെയുള്ളത്, ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സീൻ്റെയും എഫിൻ്റെയും സെൻറ്ററിൽ. സീൻ്റെയും എഫിൻ്റെയും സെൻറ്ററിൽ ഞാൻ ഒബ്ജക്റ്റിനെ വെച്ചാൽ നോക്കൂ, നമ്മൾ ആദ്യം ഒബ്ജക്റ്റിനെ ഇവിടെ വെച്ചു, ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇമേജ് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. സിയിലേക്ക് കൊണ്ടുവരുന്നു, സിയിലേക്ക് വന്നു. സീൻ്റെ എഫിൻ്റെ ഇടയിലേക്ക് പോകുമ്പോൾ നോക്കൂ, സീൻ്റെ എഫിൻ്റെ ഇടയിലേക്കാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ ഇമേജ് എന്താവും, ഇവിടുന്ന് ഒരു പടി ഇങ്ങോട്ടേക്ക് പോകും. സോ ഇവിടെ എവിടെയാണ് കിട്ടുക, ബിയോണ്ട് സി. ഫൈനലി എവിടെ വെക്കുന്നു, ഞാൻ എഫിൽ വെക്കുന്നു, ഫോക്കസിലേക്ക് വെക്കുന്നു. അപ്പോൾ ഓൾറെഡി ബിയോണ്ട് സിയിലുണ്ടായിരുന്നു. ഇനി എങ്ങോട്ടേക്കാണ് പോകാനുള്ളത്, എങ്ങോട്ടേക്കാണ് നമ്മൾ ഇമേജ് പോവുക, ഇമേജ് ഗോസ് ടു ഇൻഫിനിറ്റി. ഇമേജ് എഫിലാണെങ്കിൽ ഇമേജ് ഗോസ് ടു ഇൻഫിനിറ്റി. ഇനി നോക്കൂ, സ്പെഷ്യൽ കേസ്. പി എഫ് സി എടുക്കുന്നു, കോൺകേവ് മിറർ. എഫിനും പിനും ഇടയിൽ ഞാൻ ഒരു ഒബ്ജക്റ്റിനെ വെച്ചാൽ എനിക്ക് കിട്ടുന്ന ഇമേജ് വിൽ ബി, എനിക്ക് കിട്ടുന്ന ഇമേജ് സ്പെഷ്യൽ കേസ് എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, ഇൻസൈഡ് ദ മിറർ, മിററിൻ്റെ ഉള്ളിൽ. ഓക്കെ, അപ്പോൾ ഇത്ര നേരം പറഞ്ഞത് മൊത്തത്തിൽ പറയാൻ പോകുന്നു. ഓക്കെ, നമുക്കുള്ളത് ഒബ്ജക്റ്റ് ഉണ്ട്, ഇമേജ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഫിഗർ ഓർമ്മ ഉണ്ടായിരുന്നല്ലോ,
പി എഫ് സി. ആദ്യം നമ്മൾ ഒബ്ജക്റ്റിന് വെച്ചു അറ്റ് ഇൻഫിനിറ്റി. ഒബ്ജക്റ്റിന് ഇൻഫിനിറ്റിയിൽ വെച്ചപ്പോൾ ഇമേജ് കിട്ടി അറ്റ് എഫ് ഫോക്കസ്. ഇൻഫിനിറ്റിയിൽ നിന്നും പിന്നെ നമ്മൾ വെച്ചു ബിയോണ്ട് സി. അപ്പോൾ ഇമേജ് എവിടെ കിട്ടുന്നു? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ബിയോണ്ട് സിക്ക് ശേഷം വെക്കുന്നു അറ്റ് സി. അറ്റ് സിയിൽ വെക്കുമ്പോൾ ഇമേജ് കിട്ടുന്നു. ഇവിടെ സ്പെഷ്യൽ കേസ് വരുന്നു. നേരെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി പാറ്റേൺ മാറി. ഓക്കെ, ബിറ്റ്വീൻ എഫ് ആൻഡ് പി. എഫിൻ്റെയും പിൻ്റെയും ഇടയിൽ വെച്ചാൽ ഇമേജ് കിട്ടുന്നത് ഇൻസൈഡ് ദി മിറർ. മിററിൻ്റെ ഇത് നോക്കൂ, റിയൽ ആണോ അതോ വിർച്വൽ ആണോ? ഇത്രയും കേസിൽ കിട്ടുന്ന ഇമേജുകൾ വിൽ ബി ഓൾവേസ് റിയൽ. കിട്ടുന്ന ഇമേജ് എപ്പോഴും എന്തായിരിക്കും? റിയൽ ആയിരിക്കും. എറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണോ? ദിസ് വിൽ ബി ഇൻവേർട്ടഡ്. റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. ഈ കേസ് ഇവിടെ കിട്ടുന്ന ഇമേജ് വിൽ ബി ഓൾവേസ് വിർച്വൽ, ഇറക്റ്റ്. സൈസിൻ്റെ കാര്യം കൂടി പറഞ്ഞാൽ റേ ഡയഗ്രാംസ് കഴിഞ്ഞു. ഓക്കെ, സൈസ് അറ്റ് ഇൻഫിനിറ്റിയിൽ വെച്ചപ്പോൾ ഒബ്ജക്റ്റ് വളരെ ചെറുത്, സ്മോൾ. സ്മോളിന് പറയും നമ്മൾ ഡിമിനിഷ്ഡ്. ബിയോണ്ട് സിയിൽ വെച്ചപ്പോൾ ഒബ്ജക്റ്റ് എന്തായി? ഒരു പടിക്ക് വലുതായി. അപ്പോൾ നമ്മൾ പറയുന്നു ഡിമിനിഷ്ഡ്. ശേഷം അറ്റ് സിയിൽ വെച്ചു. അറ്റ് സിയിൽ വെച്ചപ്പോൾ കിട്ടുന്നു നമുക്ക് സെയിം സൈസ്. നിങ്ങൾ പാറ്റേൺ കാണുന്നുണ്ടോ? ഇവിടെ വളരെ ചെറുതായിരുന്നു, പിന്നെ കുറച്ച് വലുതായി, പിന്നെ സെയിം സൈസായി. ഇനി അടുത്തത് എന്തായിരിക്കും? ഒന്നും കൂടിയും സൈസ് കൂടുന്നു. സെയിം സൈസ് കഴിഞ്ഞാൽ എൻലാർജ്ഡ്. ഫൈനലി അറ്റ് എഫിൽ വെച്ചാൽ ഹൈലി എൻലാർജ്ഡ്. നമ്മുടെ സ്പെഷ്യൽ കേസ് വിർച്വലും എറക്റ്റുമാണെങ്കിൽ അവിടെയും കിട്ടുന്നു എൻലാർജ് ഇമേജ്. ഇതെല്ലാം നടക്കുന്നത് കോൺകേവ് മിററിൽ മാത്രമാണ്. ഇനി ഇതേമാതിരി ഇത്രയും കഷ്ടപ്പെട്ട് കോൺവെക്സ് മിറർ പഠിക്കാനില്ല. കോൺവെക്സ് മിറർ വളരെ സിമ്പിൾ. നോക്കൂ, കോൺവെക്സ് മിററിന് കോഡ് പഠിക്കുക. കോൺവെക്സ് വീഡ് V is for virtual, E is for erect, D is for diminished. ഓക്കെ, വിർച്വൽ ആണ്, എറക്റ്റ് ആണ്, ഡിമിനിഷ്ഡ് ആണ്. ക്വസ്റ്റ്യൻ നോക്കൂ. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് കെപ്റ്റ് വിത്തിൻ ദ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് തന്നു ഇവിടെ എന്ത് മിറർ ഉള്ളത്? കോൺകേവ് മിറർ. ഓക്കെ, സോ ഇവിടെ എന്തുണ്ട്? കോൺകേവ് മിറർ ഉണ്ട്. എവിടെയാണ് ഒബ്ജക്റ്റ് വെച്ചത്? ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് വിത്തിൻ ദ ഫോക്കസ്. അതായത് ഇവിടെ ഫോക്കസ് ഉണ്ട്, ഇവിടെ പോളുണ്ട്. ഫോക്കസിൻ്റെയും പോളിൻ്റെയും നടുവിൽ വിത്തിൻ ദ ഫോക്കസ്. ഇമേജ് ഈസ് ഫോംഡ് ബിഹൈൻഡ് ദ മിറർ. ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? മിററിൻ്റെ ബാക്കിൽ, അഥവാ ഇൻസൈഡ് ദ മിറർ. ഇവിടെ കിട്ടുന്ന ഇമേജ് റിയൽ ആണോ? ഇവിടെ കിട്ടുന്ന ഇമേജ് ഇൻവേർട്ടഡ് ആണോ? ഇവിടെ കിട്ടുന്ന ഇമേജ് വിർച്വൽ ആൻഡ് ഇൻവേർട്ടഡ് ആണോ അതോ വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണോ എന്നാണ് ചോദ്യം. MCQ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ നേരത്തെ ചെയ്തു, ഇത് സ്പെഷ്യൽ കേസ് ആയിരുന്നു. സ്പെഷ്യൽ കേസിൽ ഇവിടെ കിട്ടുന്നു വിർച്വൽ ആണ്, ഇറക്റ്റ് ആണ്. മാത്രമല്ല അത് എൻലാർജ്ഡ് കൂടിയാണ്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്. വാട്ട് ഈസ് ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഇമേജസ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ ആൻഡ് വൈ? ഒരു പ്ലെയിൻ മിററിൽ ഉണ്ടാക്കുന്ന മാഗ്നിഫിക്കേഷൻ. എന്താ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ?
നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഒബ്ജക്റ്റിൻ്റെ സൈസ് വളരെ ചെറുതാവുന്നു, ഒബ്ജക്റ്റിൻ്റെ സൈസ് വീണ്ടും വലുതാവുന്നു, ഒബ്ജക്റ്റിൻ്റെ സൈസ് നല്ലോണം വലുതാവുന്നു. ഒരു മിററിൻ്റെ അബിലിറ്റി ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ സൈസ് ഓഫ് ആൻ ഇമേജ്, അതായത് ഇമേജിൻ്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇമേജിൻ്റെ വലിപ്പം കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക, അതിൻ്റെ കഴിവിന് പറയുന്നതാണ് എന്ത്? മാഗ്നിഫിക്കേഷൻ. അത് ഓരോ മിററിനും മാഗ്നിഫിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ചോദിച്ച മിറർ എന്താ? ഇവിടെ ചോദിച്ച മിറർ ഈസ് പ്ലെയിൻ മിറർ. പ്ലെയിൻ മിററിൽ മാഗ്നിഫിക്കേഷൻ നടക്കാറുണ്ടോ? അതായത് പ്ലെയിൻ മിററിൽ ഇതിൻ്റെ സൈസ് സെയിം ആണോ, എൻലാർജ് ആണോ, അതോ ഡിമിനിഷ്ഡ് ആണോ? എൻ്റെ സൈസ് എന്താണ്? എപ്പോഴും സെയിം സൈസാണ് അല്ലേ? സെയിം സൈസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ ഈസ് 1. മാഗ്നിഫിക്കേഷൻ 1. നോക്കൂ മാഗ്നിഫിക്കേഷനെ പറ്റിയിട്ട്. എന്താണ് മാഗ്നിഫിക്കേഷൻ? മാഗ്നിഫിക്കേഷൻ ക്യാൻ ബി 1, ഒന്നാവാം, ഒന്നിനേക്കാൾ വലുതാവാം, ഒന്നിനേക്കാൾ ചെറുതുമാവാം. ഒന്നാണെങ്കിൽ ഇവിടെ കിട്ടുന്നു സെയിം സൈസ്. ഒന്നിനേക്കാൾ വലുതാണ്. നമ്മൾ ക്യാമറയിലൊക്കെ കാണില്ലേ 2x. 2x എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമേജിനെ 2 മടങ്ങ്, അതായത് 2 ടൈംസ് വലുതാക്കുന്നു. അപ്പോൾ 1 വലുതാണ് 2. സോ ഇവിടെ എൻലാർജ് ആണോ ചെയ്യുക അതോ ഡിമിനിഷൻ ആണോ ചെയ്യുക? ഇവിടെ എന്ത് ചെയ്യുന്നു? മാഗ്നിഫിക്കേഷൻ ക്യാൻ ബി സംടൈംസ് പോസിറ്റീവ്, സംടൈംസ് നെഗറ്റീവ്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഇമേജ് വിൽ ബി ഓൾവേസ് ഇറക്റ്റ്. ഇമേജ് എപ്പോഴും ഇറക്റ്റ് ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ ഇൻവേർട്ടഡ്. അപ്പോൾ നോക്കിക്കോ, നമ്മൾ പ്ലെയിൻ മിററിൽ സെയിം സൈസ് ആണോ? സെയിം സൈസാണ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഈസ് 1. മിററിൽ എന്നെ നേരെയാണ് കാണുക അതോ തല കുത്തിനാണ്? ഇറക്റ്റ് ആയിട്ടാണ് കാണുക അതോ ഇൻവേർട്ടഡ് ആയിട്ടാണ് കാണുക? ഇന്നെങ്ങനെ കാണുക? ഇറക്റ്റ് അല്ലേ? അപ്പോൾ എന്താ വരിക? പോസിറ്റീവ്. സോ മാഗ്നിഫിക്കേഷൻ ഓഫ് എ മിറർ ഈസ് +1. പ്ലെയിൻ മിററിൻ്റെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ എ ലേബിൾഡ് റേ ഡയഗ്രാം ടു ഷോ ദ പാത്ത് ഓഫ് ദ റിഫ്ലക്റ്റഡ് റേ കറസ്പോണ്ടിങ് ടു ആൻ ഇൻസിഡൻറ്റ് റേ ഓഫ് ലൈറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഒരു ലൈറ്റ് റേ പോകുന്നു. ഇവിടെ യൂസ് ചെയ്ത മിറർ എന്താ? ക്വസ്റ്റ്യനിലുള്ള മിറർ ഈസ് എ കോൺവെക്സ് മിറർ. മാർക്ക് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഓൺ ഇറ്റ്. ഇവിടെ ഏത് മിററാണ്? കോൺവെക്സ് മിറർ. അപ്പോൾ നോക്കൂ, ഇതാണോ കോൺവെക്സ് മിറർ? ഇതാണോ കോൺവെക്സ് മിറർ? ഏതാണ് കോൺവെക്സ് മിറർ? ഈ മിററാണോ കോൺവെക്സ് മിറർ? ഈ മിററാണോ കോൺവെക്സ് മിറർ? നോക്കൂ, ഇത് ഉള്ളിലോട്ടേക്കാണുള്ളത്. ദിസ് ഈസ് എ കോൺകേവ് മിറർ. ഇതാണ് കോൺവെക്സ് മിറർ. അപ്പോൾ കോൺവെക്സ് മിററിൽ നമ്മളോട് ചോദിച്ചത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് ഇമേജ് പോകുന്നു. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ. ഒപ്റ്റിക് സെൻറ്ററും സെൻറ്റർ ഓഫ് കർവേച്ചറും പോളും തമ്മിൽ നീട്ടി വരയ്ക്കാണ് എന്ന് പറയാ? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയാം. ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഒരു ലൈറ്റ് റേ പോകുന്നു. ലൈറ്റ് റേ എങ്ങനെയാണ് പോകുന്നത്? പാരലായിട്ട് പോകുന്ന ലൈറ്റ് റേ പഠിച്ചു വെച്ചോളൂ. ഫോക്കസിലൂടെയാണ് എന്താ പുറത്തോട്ടേക്ക് പോവുക. ഇതാണ് ഇവിടെ ചോദിച്ച ഫിഗർ. ഈ ഫിഗറൊക്കെ NCERT ഡയഗ്രാംസ് ആണ്. If the image formed by a spherical mirror for all position of the object placed in front of a mirror is always erect and diminished. Question നോക്കൂ, always erect and diminished. What type of mirror is it? ഇത് ഏത് ടൈപ്പ് മിറർ ആണെന്നാണ് ചോദ്യം. ഇറക്റ്റും ഡിമിനിഷ്ഡും നോക്കൂ, വീട് ഓർമ്മല്ലേ? വിർച്വൽ, ഇറക്റ്റ്, ഡിമിനിഷ്. അപ്പോൾ ഇറക്റ്റും ഡിമിനിഷ്ഡും ആണ്. സോ വിച്ച് ടൈപ്പ് ഓഫ് മിറർ ഈസ് ദിസ്? നമ്മൾ പറഞ്ഞു ദിസ് ഈസ് കോൺവെക്സ് മിറർ. ഇതിൻ്റെ റേ ഡയഗ്രാം വരയ്ക്കാനാണ് ചോദ്യം. കോൺവെക്സ് മിറർ എടുക്കുന്നു, സെൻറ്റർ,
അപ്പോൾ ഒബ്ജക്റ്റ് പ്രിൻസിപ്പൽ ആക്സിന് പാരലായി പോകുന്നത് ഫോക്കസിലൂടെ കടന്നു പോകുന്നു. ഇനി പുകളിലൂടെ പോകുന്നത് ഈ ആംഗിൾ വരുന്നു. അപ്പോൾ നോക്കൂ, ഈ ലൈറ്ററെ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ടോ? നോക്ക്, ഈ ലൈറ്റർ ഇവിടുന്ന് മുകളിലോട്ടേക്കാണോ, ഈ ലൈറ്റർ ഇവിടുന്ന് താഴോട്ടേക്കാണോ? ഇവർ കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്താക്കുന്നു പറഞ്ഞാൽ ഇവരെ കൂട്ടിമുട്ടിച്ചു. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ഇമേജ് ഫോം ചെയ്യുക. നോക്കൂ, ഇവിടെ ലൈറ്ററെ മീറ്റ് ചെയ്തതാണോ അതോ മീറ്റ് ചെയ്യിപ്പിച്ചതാണോ? ഞാൻ അവിടെ മീറ്റ് ചെയ്യിപ്പിക്കല്ലേ ചെയ്തേ. സോ അവിടെ കിട്ടുന്ന ഇമേജിനാണ് വിർച്വൽ ഇമേജ് എന്ന് പറയുക. An object is placed at a distance of 30 cm in front of a convex mirror. This is a numerical. Okay? മിററിൻ്റെ ന്യൂമറിക്കൽസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആവശ്യമുള്ള ഇക്വേഷൻസ്. ഫസ്റ്റത്തെ ഇക്വേഷൻ മിറർ ഇക്വേഷൻ 1/f = 1/v പ്ലസ് 1/. നേരത്തെ നമ്മൾ മാഗ്നിഫിക്കേഷൻ ഒരു ഇക്വേഷൻ ഉണ്ട്. m = hi/ho. മറ്റൊരു ഇക്വേഷൻ കൂടി -v/. ശ്രദ്ധിക്കേണ്ടത് ഇവിടെയൊക്കെ നമ്മൾ എന്ത് ഫോം ചെയ്യണം? സൈൻ കൺവേർഷൻ ഫോളോ ചെയ്യണം. എന്താ സൈൻ കൺവേർഷൻ എന്നല്ല, ഇതൊരു സ്പെറിക്കൽ മിറർ. ഈ സ്പെറിക്കൽ മിററിൻ്റെ ഇങ്ങോട്ടേക്കുള്ളതൊക്കെ നെഗറ്റീവാണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളത് പോസിറ്റീവ്, മുകളിലോട്ടേക്കുള്ളത് പോസിറ്റീവ്, താഴോട്ടേക്കുള്ളത് നെഗറ്റീവ്. നോക്കൂ, ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 cm ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺവെക്സ് മിറർ. എവിടെയാണ് വെച്ചത്? കോൺവെക്സ് മിററാണ്. ഓക്കെ, ഇതാണല്ലോ കോൺവെക്സ് മിറർ. ഈ കോൺവെക്സ് മിററിൻ്റെ മുമ്പിൽ ഇമേജ് വെച്ചു. എത്ര ദൂരത്തിലാണ് ഇമേജ് വെച്ചത്? 30 cm. അപ്പോൾ ഇവിടുന്ന് ഏകദേശം എത്ര സെൻറ്റിമീറ്റർ ഉണ്ട്? 30 cm. അങ്ങനെയാണെങ്കിൽ യു എത്രയാണ് ഇവിടെ? ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളത് 30 അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മിററിന് ഇങ്ങോട്ടേക്കുള്ളത് നെഗറ്റീവ്, അങ്ങോട്ടേക്കുള്ളത് പോസിറ്റീവ്. സോ യു ഈസ് ഈക്വൽ ടു -30 cm. ഫോക്കൽ ലെങ്ത് തന്നിരിക്കുന്നു. ഫോക്കൽ ലെങ്ത് എത്ര എന്നത്? 15 cm. ഫോക്കൽ ലെങ്ത് എത്ര എന്നത്? 15 cm. എഴുതി വെച്ചോളൂ. ഫോക്കസ് കോൺകേവിൻ്റെ ഓൾവേസ് നെഗറ്റീവ്, കോൺവെക്സിൻ്റെ ഓൾവേസ് പോസിറ്റീവ്. ഇവിടെ നമുക്ക് കിട്ടിയത് കോൺവെക്സ് മിററാണ്. കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഈസ് പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഡൗൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ ദ മിറർ. ഇവിടെ ഈ മിറർ ഫോം ചെയ്ത 4 ക്യാരക്ടറിസ്റ്റിക്സ് പറയണം. നോക്കൂ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ് അല്ലേ? 1/f = 1/v പ്ലസ് 1/u എന്നുള്ള ഇക്വേഷനൊക്കെ യൂസ് ചെയ്ത് വിയും യു ഒക്കെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. കോൺവെക്സ് മിറർ എന്ന് എവിടെ കണ്ടാലും ഓർമ്മ വരണം, വീട് വിർച്വലാണ്, ഇറക്റ്റാണ്, ഡിമിനിഷ്ഡ് ആണ്. അതാ 4 എണ്ണത്തിൽ 3 എണ്ണം അവിടെ കഴിഞ്ഞു. ഇനി ഒന്നും കൂടിയുള്ളൂ. ഒന്നാമത്തേത് എന്താ? ഇൻസൈഡ് ദ മിറർ, മിററിൻ്റെ ഉള്ളിൽ. ആയിവ ഇത്രയൊക്കെ ചെയ്ത് സൈൻ കൺവേർഷൻ ഒക്കെ ചെയ്ത് നേരം കളയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്ത് പറഞ്ഞാൽ മതി? കോൺവെക്സ് മിററിൻ്റെ എവിടെ? കോൺവെക്സ് മിററിൻ്റെ 30 വെച്ചോട്ടെ, കോൺവെക്സ് മിററിൻ്റെ 60 വെച്ചോട്ടെ, കോൺവെക്സ് മിററിൻ്റെ 100 വെച്ചോട്ടെ, 1 കിലോമീറ്റർ അപ്പുറം വെച്ചോട്ടെ, എപ്പോഴും കോൺവെക്സ് മിറർ ഫോംസ് വിർച്വൽ, ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ്. സിമ്പിൾ. 2017 ചോദിച്ച ചോദ്യമാണ്. ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 12 cm ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ. ശ്രദ്ധിക്കണേ, ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്താണ്? കോൺകേവ് മിററാണ്. അപ്പോൾ കോൺവെക്സ് വീഡ് എന്ന് പറയുന്ന സംഭവം ഇനി നടക്കില്ല. ഇവിടെ മിറർ മാറി. ഇവിടെ യൂസ് ചെയ്യുന്ന മിറർ ഈസ് കോൺകേവ് മിറർ. എന്തൊക്കെ തന്നിരിക്കും നോക്കാം. ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 12 cm. അപ്പോൾ നോക്കൂ, ഡിസ്റ്റൻസ് 12 cm എന്ന് പറഞ്ഞാൽ യു ഈസ് ഈക്വൽ ടു -12 cm.
റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് 30 സെൻറ്റിമീറ്റർ. അതാ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് തന്നത്. എന്താ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് ഓർമ്മ ഉണ്ടല്ലോ? സെൻറ്ററിൽ നിന്നും പോളിലേക്കുള്ള ദൂരമാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. അത് എത്രയാണ് തന്നത്? 30 സെൻറ്റിമീറ്റർ. ഞാൻ ഫിഗർ വരച്ചപ്പോൾ പറഞ്ഞു ഇത് റേഡിയസ് ഓഫ് കർവേച്ചർ. അതിൻ്റെ കൃത്യം പകുതിയിലുള്ള ആളാണ് ആര്? ഫോക്കസ്. കൃത്യം നടുവിലുള്ള ആളാണ് ആര്? ഫോക്കസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, 30 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ റേഡിയസ് എങ്കിൽ ഇതിൻ്റെ ഫോക്കസ് എത്രയായിരിക്കും? ഇവിടുത്തെ ഫോക്കസ് മസ്റ്റ് ബി 15 സെൻറ്റിമീറ്റർ. ശ്രദ്ധിക്കണം, ഇത് കോൺവെക്സ് ആണോ കോൺകേവ് ആണോ? ഇത് കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിററിൽ ഫോക്കൽ ലെങ്ത് ഈസ് ഓൾവേസ് നെഗറ്റീവ് 15 ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ലിസ്റ്റ് 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ആണ്. ഈ ഇമേജ് തരുന്ന എന്തെങ്കിലും 4 ക്യാരക്ടറിസ്റ്റിക്സുകൾ പറയാം. നോക്കൂ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് റേ ഡയഗ്രാം വളരെ യൂസ്ഫുൾ ആവുക, അല്ലെങ്കിൽ ആ ടേബിൾ യൂസ്ഫുൾ ആവുക. നോക്കൂ, ഇത് പി, ഇത് എഫ് അഥവാ 15 സെൻറ്റിമീറ്റർ. ഇതെന്തുണ്ട്? സി എത്രയാണ്? 30 സെൻറ്റിമീറ്റർ. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് 12 സെൻറ്റിമീറ്റർ എന്നാണ്. നോക്കൂ, ഇവിടെ നിന്ന് ഇവിടം വരെ 15 ആണ് അല്ലേ? ഇവിടെ നിന്ന് ഇവിടം വരെ 15 ആണെങ്കിൽ അതിൻ്റെ നടുവിലല്ലേ 12 വരിക അല്ലേ? അപ്പോൾ ഒബ്ജക്റ്റ് എവിടെയാണ്? ഒബ്ജക്റ്റ് ഈസ് അറ്റ്, പറഞ്ഞോളൂ, എവിടെയാണ് ഒബ്ജക്റ്റ്? ബിറ്റ്വീൻ എഫ് ആൻഡ് പി. എഫിൻ്റെയും പിൻ്റെയും സെൻറ്ററിലാണ് ആരുള്ളത്? ഒബ്ജക്റ്റ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ കിട്ടുന്ന ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു. എന്താണ് ഇവിടെ കിട്ടുന്ന ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ്? വിർച്വൽ, ഇറക്റ്റ്, ഡിമിനിഷ്ഡ് ആണോ എൻലാർജ്ഡ് ആണോ? നോക്കൂ, ആലോചിച്ച് നോക്കൂ, കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിററിൽ എഫിൻ്റെയും പിൻ്റെയും ഇടയിൽ സ്പെഷ്യൽ കേസാണ്. അപ്പോൾ കോൺവെക്സ് വീടല്ല. ഇവിടെ എന്താണ്? എറക്റ്റ് ആണ്, ഡിമിനിഷ്ഡ് അല്ല, എൻലാർജ്ഡ്. ഇനി ഇമേജ് എവിടെ ഫോം ചെയ്യുക? ആ കേസിൽ ഇമേജ് ഫോമറ്റ് ഇൻസൈഡ് ദി മിറർ. കഴിഞ്ഞു. വിർച്വലാണ്, എറക്റ്റ് ആണ്, എൻലാർജ്ഡ് ആണ്, ഇൻസൈഡ് ദി മിറർ ആണ്. ന്യൂമറിക്കൽസ് തന്നാൽ ആൻസർ ചെയ്യണമെങ്കിൽ മിറർ ഇക്വേഷൻ ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. എ റേ ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ കോൺവെക്സ് മിറർ ആസ് ഷോൺ. റീഡ് ഓഫ് ദ ഡയഗ്രാം ആൻഡ് കംപ്ലീറ്റ് ദ പാത്ത്. അതെ, ഇത് നമ്മൾ ചെയ്തു. നോക്കൂ, ഇത് പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഒരു ലൈറ്റ് റേ വരുന്നു. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു, പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരികയാണെങ്കിൽ അതെന്താവണം? ഈ ഫോക്കസിലൂടെ ഇങ്ങോട്ടേക്ക് പുറത്തോട്ടേക്ക് പോകണം. കഴിഞ്ഞു, സിമ്പിൾ. നെയിം ദ ടൈപ്പ് ഓഫ് മിറർ യൂസ്ഡ് ഇൻ ദ ഡിസൈൻ ഓഫ് സോളാർ ഫർണസസ്. എന്താ സോളാർ ഫർണസസ് എന്ന് പറഞ്ഞാൽ? സൂര്യൻ. ഓക്കെ, സപ്പോസ് ദിസ് ഈസ് സൺ. ഈ സണ്ണിൽ നിന്നും റേഡിയേഷൻസ് വരുന്നു. ഇവിടെ ഉപയോഗിക്കുന്നത് എന്ത് മിററാണ്? കോൺകേവ് മിറർ. ഈ കോൺകേവ് മിററിന് ഒരു ഫോക്കസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ തട്ടിയ ലൈറ്റ് എന്താവും? ഫോക്കസിലേക്ക് പോകും. ഇവിടെ തട്ടുന്നതും ഫോക്കസിലേക്ക് പോകും. സോ ഇവിടെ യൂസ് ചെയ്യുന്നത് വിച്ച് ടൈപ്പ് ഓഫ് മിററാണ്? Which type of mirror is used in the design of solar furnaces? Answer is concave. ഡിഷുകൾ കണ്ടില്ലേ, വീട്ടിലത്തെ ഡിഷ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇങ്ങനെ ഒരാളുണ്ടാവും. അതായത് ദൂരെ നിന്നുള്ള സാറ്റലൈറ്റിൽ നിന്നും റേഡിയേഷൻസ് ഇങ്ങോട്ടേക്ക് വരുന്നു, ഇതിലേക്ക് വരുന്നു, വീട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് എന്ത് മിററാണ്? മിററല്ല, ഷേപ്പ്, കോൺകേവ് ഷേപ്പ്. A concave mirror is used for image formation for different position of an object. What inferences can be drawn about the following when an object is placed at 10 cm from the pole of a concave mirror of focal length 15? നോക്കൂ, ഈ ക്വസ്റ്റ്യൻ ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുക? എ കോൺകേവ് മിറർ ഈസ് യൂസ്ഡ് ഫോർ ഇമേജ് ഫോർമേഷൻ. ഓക്കെ, ഇവിടെ യൂസ് ചെയ്യുന്ന മിറർ ഏതാണ്? കോൺകേവ് മിറർ. ഓക്കെ, സൂപ്പർ. What inferences can be drawn about the following when the object is placed at a distance of
10 സെൻറ്റിമീറ്റർ. ബാക്കി ഇതൊക്കെ വെറുതെ ആവശ്യമില്ല. ഇവിടെ എത്രയാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്? 10 സെൻറ്റിമീറ്റർ. സോ യു, ശ്രദ്ധിക്കുക, യു എപ്പോഴും ദുനിയാവിൽ എപ്പോൾ യു എടുക്കുകയാണ്, യു ഈസ് ഓൾവേസ് നെഗറ്റീവ്. -10 സെൻറ്റിമീറ്റർ ഫ്രം ദ പോൾ ഓഫ് എ കോൺകേവ് മിറർ ഓ ഫോക്കൽ ലെങ്ത്. അടുത്ത ആൾ തന്ന എന്താണ്? ഫോക്കൽ ലെങ്ത് എത്രയാണ്? 15. ഫോക്കൽ ലെങ്ത് എത്രയാണ്? F = 15. +15 -15 ഇവിടെ യൂസ് ചെയ്ത് ഏതാണ്? കോൺകേവ് മിററാണ്. കോൺകേവ് മിറർ ആണെങ്കിൽ -15. നോക്കൂ, കോൺകേവ് മിറർ ഫോക്കസ് നോക്കൂ, 15 സെൻറ്റിമീറ്റർ. ഇമേജിന് എവിടെ വെച്ചത്? നോക്കൂ, നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ ഇവിടുന്ന് 10 സെൻറ്റിമീറ്റർ ദൂരത്തിലാണ് വെക്കുന്നത്. അപ്പോൾ ഇമേജ് എവിടെയുള്ളത്? നോക്കൂ, ഒബ്ജക്റ്റിന് ഞാൻ വെച്ചത് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. എഫിൻ്റെയും പിൻ്റെ ഇടയിൽ വെച്ചാൽ എവിടേക്കാണ് കിട്ടുക? നമ്മളിപ്പോൾ ചെയ്തു. പൊസിഷൻ ഓഫ് ദി ഇമേജ്, ഇമേജിൻ്റെ പൊസിഷൻ ബിഹൈൻഡ് ദ മിറർ. സൈസ് ഓഫ് ദി ഇമേജ് പറഞ്ഞു, സ്പെഷ്യൽ കേസ്. എന്താണ് ഇവിടെ കിട്ടുന്ന ഇമേജ്? എൻലാർജ്ഡ്. നേച്ചർ ഓഫ് ദി ഇമേജ്, ഇവിടുത്തെ നേച്ചർ എന്താ? ഇവിടെ കിട്ടുന്ന വിർച്വൽ ആണോ ഇറക്റ്റ് ആണോ? ഇവിടെ കിട്ടുന്നു വിർച്വൽ ഇമേജ്. 2020 ചോദിച്ച ചോദ്യം. ഇതിൻ്റെ ഒരു ലേബിൾഡ് റേ ഡയഗ്രം കൂടി വരയ്ക്കുക. കോൺകേവ് മിറർ, പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്. ഫോക്കസിൻ്റെയും പോളിൻ്റെയും നടുവിൽ ഇമേജിന് വെക്കുന്നു. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകുന്ന ലൈൻ എപ്പോഴും എന്തിലൂടെ പോകണം? ഫോക്കസിലൂടെ പോകണം. പോളിലൂടെ പോകുന്ന ലൈൻ അതേ ആംഗിളിൽ, അതായത് ഇവിടെ എത്ര ആംഗിളാണോ അതേ ആംഗിളിൽ ഇങ്ങോട്ടേക്ക് പോകണം. അവിടെ നോക്കി നോക്കൂ, ഇതിങ്ങനെ പോയിട്ട് താഴോട്ടേക്ക് ഇങ്ങനെ പോകുന്നു. കൂട്ടിമുട്ടുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ എന്താക്കും? ഇവിടെ കൊണ്ടുപോയി കൂട്ടിമുട്ടിക്കും. ഓക്കെ, ഈ ഇമേജിന് ഇങ്ങനെ എല്ലാം നമ്മളെന്താക്കും? കൂട്ടിമുട്ടിക്കും. അപ്പോൾ നമ്മൾ കൂട്ടിമുട്ടിച്ചുകൊണ്ട് ഇവിടെ കിട്ടുന്നു വിർച്വൽ ഇമേജ്, സൈസ് എൻലാർജ്ഡ്. A concave mirror has focal length of 20 centimeter. യൂസ് ചെയ്യുന്ന മിറർ കോൺകേവ് മിറർ. ഫോക്കൽ ലെങ്ത് 20 എന്ന് പറഞ്ഞാൽ F = -20. At what distance from a mirror should be a 4 centimeter tall object? അതായത് 4 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഒബ്ജക്റ്റിനെ വെക്കണം. എങ്ങനെയാണ് വെക്കേണ്ടത്? സോ ദാറ്റ് ഇറ്റ് ഫോംസ് ആൻ ഇമേജ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 സെൻറ്റിമീറ്റർ. 30 സെൻറ്റിമീറ്ററിലാണ് എന്ത് വരുന്നത്? ഇമേജ് വരുന്നത്. ഫ്രം ദ മിറർ, മിററിൽ നിന്നും. സോ ഇതാണ് മിറർ, കോൺകേവ് മിറർ. കോൺകേവ് മിററിൽ നിന്നും ഇങ്ങോട്ടേക്ക് നമുക്ക് എന്തായാലും അളക്കാൻ കഴിയുമോ? അങ്ങോട്ടേക്ക് അളക്കാൻ പറ്റുമോ? 30 സെൻറ്റിമീറ്റർ. മിററിൻ്റെ ഉള്ളിൽ കൂടി 30 സെൻറ്റിമീറ്റർ അളക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ മിററിൻ്റെ ഉള്ളിലോട്ടേക്കല്ല, മിററിൻ്റെ പുറത്തോട്ടേക്ക്. ഇവിടെ 30 സെൻറ്റിമീറ്ററിൽ ആരെ കിട്ടണം? ഇമേജിന് കിട്ടണം. അപ്പോൾ നമുക്ക് ഇവിടെ ഫോക്കൽ ലെങ്ത് തന്നു. ഇവിടെ ഇമേജ് എത്ര എന്നത്? വി +30 -30. നോക്കൂ, ഇതാണ് മിറർ, മിററിൻ്റെ ഇങ്ങോട്ടേക്കുള്ളത് -30. ചെയ്യാം. F = -20, V = -30. മിറർ ഇക്വേഷൻ ഉപയോഗിക്കാം. 1/F = 1/V + 1/U. U ആണ് നമുക്ക് കാണണ്ടേ, അല്ലേ? ഓൾസോ കാൽക്കുലേറ്റ് ദ അറ്റ് വാട്ട് ഡിസ്റ്റൻസ്, എവിടെയാണ് കാണേണ്ടത്? ഓൾസോ കാൽക്കുലേറ്റ് ദ സൈസ് ഓഫ് ദി ഇമേജ് ആണ് കാണേണ്ടത്. നോക്കൂ, യു കാണണം. ഓക്കെ, എഫ് തന്നിട്ടുണ്ട്, വി തന്നിട്ടുണ്ട്. ഇതാണ് അൺനോൺ. ചെയ്യാം, വാല്യൂസ് പുട്ട് ചെയ്യാം. 1/F എത്ര ഇവിടെ? -20 = 1/V എന്ന് പറഞ്ഞാൽ എത്ര ഇവിടെ? -30 + 1/U. 1/U അവിടെ വെക്കുക, ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പം എന്ത് വരും? 1/-20 + 1/30 = 1/U. LCM എടുക്കാൻ അറിയുന്നവർ LCM എടുക്കുക, അല്ലാത്തവർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? 1 × 30 30
പ്ലസ് -20 ഇൻറ്റു 1 -20 ഡിവൈഡ് ബൈ -20 ഇൻറ്റു 60 -20 ഇൻറ്റു 30 എത്ര കിട്ടും -600 ഈസിക്കൽ ടു 1/u. അപ്പോൾ u എന്ന് പറഞ്ഞത് കിട്ടുക ഇതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്താ വരിക -600 ഡിവൈഡ് ബൈ 30 -20 എന്ന് പറഞ്ഞാൽ 10 0 0 ക്യാൻസൽ u ഈസ് ഈക്വൽ ടു -60 സെൻറ്റിമീറ്റർ. എന്തുകൊണ്ട് ഇവിടെ മൈനസ് വന്നു? ഞാൻ പറഞ്ഞു എപ്പോഴും യു എവിടെയായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. അതായത് ഇവിടെയാണ് ഇവിടെയാണ് മിറർ. ഈ മിററിൻ്റെ മുമ്പിലാണ് നമ്മൾ വെക്കുക. അപ്പോൾ ഇവിടെ അളക്കുന്നത് എന്തായിരിക്കും എപ്പോഴും നെഗറ്റീവിലായിരിക്കും. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. നോക്കൂ, ക്വസ്റ്റ്യൻ ഓൾസോ കാൽക്കുലേറ്റ് ദ സൈസ് ഓഫ് ദ ഇമേജിൻ്റെ സൈസ് കാണണം. ഇമേജിൻ്റെ സൈസ് കാണാൻ നമ്മൾ യൂസ് ചെയ്യും മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ. m ഈസ് ഈക്വൽ ടു hi/ho. എം ഇവിടെ തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? ഇല്ല. എച്ച് ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. എച്ച് തന്നിട്ടുണ്ടോ? എച്ച് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നോക്കൂ, എം അറിയില്ല, എച്ച് അറിയില്ല, എച്ച് തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ. എത്ര അൺനോൺ വേരിയബിൾസ് ഉണ്ട് ഇവിടെ? 2 അൺനോൺ വേരിയബിൾസ്. കഴിയില്ല, സോൾവ് ചെയ്യാൻ കഴിയില്ല. ഒരു അൺനോൺ വേരിയബിളാണ് സോൾവ് ചെയ്യാൻ കഴിയുക. അപ്പോൾ എമ്മിന് മറ്റൊരു ഇക്വേഷനും കൂടിയും പറഞ്ഞു തന്നു. എം ഈസ് ഈക്വൽ ടു -v/u. വി നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ നിന്ന് നിൽക്കുന്നത് എവിടെ? വി. യു നമ്മളിതെവിടെ കണ്ടെത്തി? കിട്ടിയോ? എം കിട്ടിയോ? അപ്പോൾ പറഞ്ഞോളൂ, എം ഈസ് ഈക്വൽ ടു -v എന്ന് പറഞ്ഞാൽ -30 ഡിവൈഡ് ബൈ യു എത്ര ഇവിടെ? -60. മൈനസ് ക്യാൻസൽ -30/60. എം ഈസ് ഈക്വൽ ടു -1/2. നമുക്ക് ഇവിടെ ഇതാ. അപ്പോൾ എം എത്ര കിട്ടി? -1/2. ഈ എമ്മിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുന്നു. ഈസ് ഈക്വൽ ടു hi/4. h കിട്ടിയില്ലേ? ഹൈറ്റ് ഓഫ് ദി ഇമേജ് കിട്ടിയില്ലേ? 4 ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. എന്താ ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലൈ ബൈ 4. So 4 into -1/2 is equal to hi. 4 into 1/2, 4.5 2. ഒരു നെഗറ്റീവ് സൈൻ വരുമ്പോൾ -2 സെൻറ്റിമീറ്റർ. ഇതുപോലുള്ള ന്യൂമറിക്കൽസ് വരാറുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ